ഈ ഹോട്ടൽ അല്ലാണ്ട് കാറ്ററിംഗ് പുറത്ത് ചെയ്യുന്നുണ്ട്. എത്ര വരെയുള്ള ആൾക്കാർക്ക്? നമുക്ക് ഏറ്റവും ഞങ്ങളിപ്പം 5000 വരെയുള്ള പാർട്ടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. 5000 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാഫ് മതിയാതാകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സായ കാറ്ററിംഗ് നടത്തുന്ന അവരുടെ നിന്ന് ഞാൻ സ്റ്റാഫുകളെ എടുത്ത് ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഹോട്ടൽ ന്യൂ സാഗറിൽ എന്തൊക്കെ വെറൈറ്റീസ് ആണുള്ളത് ഫുഡിൽ? റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസുകളെ എല്ലാ നാടൻ ഐറ്റംസും രാവിലെ നമ്മൾ മെയിനായിട്ട് കൂടുതലായിട്ടും സോഫ്റ്റ് ഇഡ്ഡലി, അത് ദോശ, പുട്ട്, അത് നല്ല ചിരട്ടപ്പുട്ട്, നാടൻപുട്ട്, അങ്ങനത്തെ ഐറ്റംസുകൾ ഒക്കെ വരും. പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും നമ്മൾ ബിരിയാണി, മീൽസ്, കേരള മീൽസ്, സ്പെഷ്യൽ ഫിഷ് കറിയോട് കൂടി അത്, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം സ്നാക്സ് ഐറ്റംസ് വരും. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേനും പൊറോട്ട, ചപ്പാത്തി, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനത്തെ ഐറ്റംസിലേക്ക് ടൈമിംഗ് വെച്ചിട്ടുള്ള. അതെ, നമ്മൾ ആ ആൾക്കാരുടെ ആ ഇതനുസരിച്ച് ഇപ്പം നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കറക്റ്റ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഊണിൻ്റെ അത് കഴിഞ്ഞു. പിന്നെ വരുന്ന നമുക്കൊരു ടീ ടൈമാണ്. ആ ടൈം ആകുമ്പോഴത്തേനും സ്നാക്സ്, അങ്ങനത്തെ ഐറ്റംസിലേക്ക് പോകും. പിന്നെ അതിന് ശേഷം ആകുമ്പോഴത്തേനും ഡിന്നറിൻ്റെ ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ ഇത് ഈ ഫുഡിലേക്ക് എത്തും. ഓരോരോ ബിസിനസ്സിന്റെ ഒരു പ്രത്യേക രീതിയാണ് ഹോം ഡെലിവറി എന്ന് പറയുന്നത്. ഹോട്ടൽ ന്യൂ സാഗർ ഹോം ഡെലിവറി ചെയ്യാറുണ്ടോ? അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഹോം ഡെലിവറി എന്ന് പറഞ്ഞാൽ ഹോം ഡെലിവറി എന്നെ സംബന്ധിച്ച് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം നമുക്ക് എൻക്വയറീസ് ഒരുപാടുണ്ട്. കാരണം നമ്മുടെ എടപ്പള്ളി ഏരിയയിൽ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റുകൾ, അങ്ങനത്തെ ഒത്തിരി ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒത്തിരി പേര് ബാച്ചേഴ്സ് താമസിക്കുന്ന ഏരിയ. കാരണം ജോലി സംബന്ധിച്ച് ഒത്തിരി പേര് വന്ന് താമസിച്ച് നമുക്ക് പോകാനുള്ള ഫ്ലാറ്റുകൾ കൂടുതൽ വരാം. അവരെ സംബന്ധിച്ച് ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ. ആ സമയത്ത് നമ്മുടെ ഫുഡ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കറക്റ്റ് ചൂടോട് കൂടി കൊണ്ടുവന്ന് കഴിച്ച് അവർക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക, രാവിലെ എണീറ്റ് പോവുക, അങ്ങനത്തെ ഒത്തിരി മാറ്റം വരുന്നുണ്ട് ഹോം ഡെലിവറിയിൽ. 15 വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട്. എല്ലാ ബിസിനസ്സിലും ഈ കാലയളവിൽ നമുക്ക് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളുണ്ട്, സങ്കടം തോന്നുന്ന നിമിഷങ്ങളുണ്ട്. എന്താണ് അങ്ങനെ ഈ 15 വർഷത്തിനിടയ്ക്ക് സന്തോഷം തോന്നിയ ഒരു നിമിഷം? ഹോട്ടല് നമ്മൾ തുടങ്ങിയ ആ ദിവസം തന്നെയാണ് ശരിക്കും നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആ ദിവസം തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായ ഒരു ദിവസം തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതയിലായിരുന്നു വന്നത്. കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമായിരുന്നു. ആ രീതിയിൽ എന്നെ കഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫാമിലി സപ്പോർട്ടുമായിട്ട് ഒത്തിരി എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. സപ്പോർട്ട് തന്ന് ഞാൻ കയറി വന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക, അതിനെനിക്കൊരാൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ ആ തുടങ്ങി ആ ദിവസമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇപ്പോഴുള്ള ആ കരിയറിലെ ഏറ്റവും സന്തോഷമായ നിമിഷം തോന്നിയത്. അതുപോലെ നമ്മുടെ ഏത് ബിസിനസ്സിലും നമുക്കൊരു സപ്പോർട്ടർ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷർ ആരെങ്കിലും ആവും. അങ്ങനെ ആരാണ് ഈ ബിസിനസ്സിലേക്ക് വരാനും കൂടുതൽ ബാക്ക് സപ്പോർട്ട് ചെയ്ത ആരാണ്? എന്നെ സംബന്ധിച്ച് 2 പേരുണ്ട് ഇതിനകത്ത്. ഒന്ന്, എന്നെ ഫസ്റ്റായിട്ട് ഇതിലേക്ക് വന്ന നമ്മുടെ ഒരു ഫാമിലി പെട്ട നമ്മുടെ അങ്കിള് തന്നെയാണ്. പൗലോസ് എന്നാണ് ആളുടെ പേര്. അങ്കമാലിയിലാണ് സ്വദേശം. പുള്ളിയാണ് എന്നെ ഫസ്റ്റായിട്ട് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലെ കട സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ സഹായിച്ചത്. അതിനുശേഷം ബിസിനസ് മേഖലയിൽ എനിക്ക് ഒരുപാട് ഉയർച്ച. ഇപ്പം ഞാൻ ഇതുകൂടാതെ കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റിൻ്റെ ചെറിയ രീതിയിലുള്ള ബിസിനസ്സിൽ അതിലേക്കൊക്കെ മാറി. അതിനെന്നെ അനിൽ എന്ന് പറഞ്ഞ തേവരയിലുള്ള ഒരു വ്യക്തിയാണ്. ഈ 2 പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് മേഖലയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഹോട്ടൽ എന്താണെന്ന് പഠിക്കണം, ബിസിനസ് എന്താണെന്ന് പഠിക്കണം. പ്രത്യേകിച്ച് ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഭയങ്കര ഒരു ലാഭമുള്ള ബിസിനസ്സാണ്. അതിനനുസരിച്ച് 100 ടെൻഷനുള്ള ഏറ്റവും ഒരു ബിസിനസ്സാണ് ഹോട്ടൽ ബിസിനസ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഹോട്ടൽ മാനേജ് പഠിച്ച് നമ്മൾ ഇത്രയും വർഷം ഞാൻ ജോലി ചെയ്താണ് ഞാൻ കയറി വന്നത്. അല്ലാതെ ഞാൻ ഇന്ന് ഒരു ദിവസം ഒരു പ്രവൃത്തി കയറി ക്യാഷിൽ കയറി ഞാൻ മുതലാളിയായിട്ട് ഇരുന്നിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഓരോ പണിയും പഠിച്ച് കയറി വന്ന. ഇപ്പം ഒരു ചൈനീസ് കുക്ക് ഇല്ലെങ്കിൽ ആ ദിവസം കയറി ചൈനീസ് അടിക്കാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ആ ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് വലിയ എനിക്ക് റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒട്ടുമിക്ക എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഹോട്ടലുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ദിവസം ഒരു കുക്കില്ല അല്ലെങ്കിൽ അതില്ല എങ്കിൽ അവർ ആ സമയത്ത് ടെൻഷൻ അടിച്ച് അടുത്ത ആളെ അന്വേഷിച്ച് പോകേണ്ട ഒരുപാട്. ഇപ്പോൾ ഒന്നാമത് നമുക്ക് ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും, അങ്ങനെ ഒത്തിരി റിസ്ക് ഉണ്ട് ശരിക്കും. എല്ലാ ബിസിനസ്സിലും എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നുണ്ട്. എന്താണ് ഡ്രീം എന്ന് പറയാൻ? എന്നെ സംബന്ധിച്ച് ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എനിക്ക് ഇന്ന് വരെ തന്നിട്ടുള്ളത്, എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് ദൈവത്തോട് ഇന്ന് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഇരിക്കുന്നത്. നാളെ ദൈവം എനിക്ക് നല്ലൊരു അവസരം തന്നാൽ എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് ഒരു കുറച്ചും കൂടെ പോയ ലെവലിൽ, ഒരു റിസോർട്ട് ലെവലിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഹോട്ടൽ ലെവലിലോ എത്തി ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു പ്രസ്ഥാനമായിട്ട് വളർത്താൻ ദൈവം അനുഗ്രഹിച്ചാൽ ചെയ്യണം. നന്നായിട്ട് വരട്ടെ.
ഇപ്പോൾ ഫാമിലി ആരൊക്കെയാണ് ഉള്ളത്? ഫാമിലി പപ്പ, മമ്മി, സിസ്റ്ററെ കല്യാണം കഴിച്ചു, അളിയനുണ്ട്, അളിയൻ USA-ലാണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ഉള്ളത്? ഫാമിലിയിൽ നിന്ന് എനിക്ക് ഒത്തിരി നല്ല സപ്പോർട്ടാണ്. കാരണം ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചിറങ്ങി അന്ന് തൊട്ട് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ പപ്പ, മമ്മി, പെങ്ങൾ പഠിക്കുകയൊക്കെ ആയിരുന്നു ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ എറണാകുളത്തേക്ക് ഞാൻ ഒരു 9 വർഷമായിട്ട് ഫാമിലി മൊത്തം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു താമസമൊക്കെ. ആ സമയത്താണെങ്കിലും ഇപ്പം ഞാനില്ലാത്ത സമയത്ത് ബിസിനസ് മേഖലയിൽ എൻ്റെ ഹോട്ടലിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പപ്പായും അല്ലെങ്കിൽ മമ്മിയും ഒക്കെ വന്നിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മലയാളികളുടെ അഭിരുചികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത്, വ്യത്യസ്തത ഇടുന്നവരാണ് എല്ലാവരും മലയാളികൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഓരോ ഫുഡും പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് അത് അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ശരിക്കും ഇപ്പം നമ്മളിപ്പം അല്ല ഈ പാർട്ടി ബേസിൽ എന്തെങ്കിലും ഒരു ഹോംലി എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ ഗസ്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയാറുണ്ട്, നമുക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് വേണം, അല്ല അങ്ങനെ വേണം, നമ്മൾ അവർ പറയുന്നതനുസരിച്ചുള്ള ഫുഡ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിത്തത്തിന് ശേഷം വർക്കലയിൽ ഒരു റിസോർട്ട് തുടങ്ങി, എന്തായിരുന്നു അതിന്റെ അനുഭവങ്ങളൊക്കെ? വർക്കലയിൽ റിസോർട്ട് തുടങ്ങിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ വേറൊരു, അതായത് ഹോട്ടൽ നമ്മൾ ഒരു ഫോറിനേഴ്സുമായിട്ടും അല്ലെങ്കിൽ വിദേശികളൊക്കെ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടാം, എൻ്റെ ബിസിനസ് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് പോകാമെന്ന ആ രീതിയിൽ ഞാൻ ഒത്തിരി നോക്കി. എൻ്റെ ഒരു ഫ്രണ്ട് കൊല്ലത്തുള്ള അനീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, അദ്ദേഹമായിരുന്നു എനിക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തു തന്നത്. ഞങ്ങൾ ആ റിസോർട്ട് എടുത്തു. വളരെ മോശമായിട്ട് റിസോർട്ട്, അതായത് ഒരു ബിസിനസ്സും ഇല്ലാതെ കിടന്ന ഒരു റിസോർട്ട് എടുത്ത് എൻ്റെതായ ഐഡിയയിൽ, ദൈവം അനുസരിച്ച് എൻ്റെതായ ഐഡിയയിൽ നല്ലൊരു ബിസിനസ് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഒരു 1-2 വർഷം ഞങ്ങളത് ശരിക്കും നടത്തിയതിന് ശേഷം ലാൻഡ് ഓണർ നോക്കുമ്പം ബിസിനസ് ഭയങ്കരമായിട്ട് കൂടി. അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടാ. അദ്ദേഹം ആ റിസോർട്ട് ഞങ്ങൾക്ക് റെന്റിന് തരാതെ അദ്ദേഹം സ്വന്തമായിട്ട് നടത്തി. ആ ഒരു വർഷം അദ്ദേഹം നടത്തി. ലാഭം അല്ലാത്തതിനാൽ എന്നെ വീണ്ടും തിരിച്ചു വിളിക്കേണ്ടി ഇടനെ. അപ്പം ഞാനത് പിന്നെ പോയില്ല, കാരണം നമുക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ വന്നു. നമ്മളത് ചെയ്യേണ്ടി വന്നില്ല, കാരണം നമ്മൾ എന്നിട്ട് പിന്നെ നടത്തിന് പെട്ടെന്ന് നമുക്ക് എറണാകുളത്തേക്ക് നമ്മൾ തിരിയേണ്ടി വന്നു. ബിസിനസ് നമ്മളിവിടെ ഒന്നും കൂടെ കേന്ദ്രീകരിച്ചു. ഇപ്പൊ ഇനി ഇതല്ലാണ്ട് വേറെ ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ബിസിനസ് ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ അനിൽ എന്ന് പറഞ്ഞ തേവരയിലുള്ള അനിൽ ഫണ്ട്, പുള്ളിയായിട്ട് ഇപ്പം നമ്മൾ ചെറിയ സ്ഥലം മേടിച്ചിട്ട് അതിൽ റിയൽ എസ്റ്റേറ്റ് ചെറിയ കൺസ്ട്രക്ഷൻ ചെയ്ത് വീട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 3 അപ്പാർട്ട്മെന്റ് പണിത് സെയിൽ ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഹോട്ടൽ ബിസിനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ആള് നേരത്തെ ഒന്ന് പറഞ്ഞു, എന്താണ് അവരോട് പറയാനുള്ളത്? ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരാനുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല. 100 റിസ്കുകളും, എല്ലാ ബിസിനസ്സിലും ഉണ്ട് റിസ്ക്, അതിൻ്റെ ടെൻഷനുകൾ, എല്ലാ ബിസിനസ്സിലും ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിലുള്ള ടെൻഷൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് എന്നും വേണ്ടവരാന്ന് ഓർക്കണം, നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് എന്നും വേണ്ടവരായിരിക്കണം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് കാര്യങ്ങൾ ചെയ്തു പോയി നമ്മുടെ ഫുൾ കൺട്രോളിൽ കാര്യങ്ങൾ മാത്രം നടത്തിയാൽ മാത്രമേ ഒരു ഹോട്ടൽ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഹോട്ടലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ എന്താണ് പുതിയ പ്ലാൻ? പുതിയ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പം പുതിയതായിട്ട് ഇപ്പം ഈ ഹോട്ടൽ തന്നെ ഇപ്പം ഡിസംബർ ജനുവരിയോട് കൂടിയൊക്കെ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് അറേബ്യൻ ഫുഡിൽ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് പുതിയ വിഭവങ്ങൾ ഞങ്ങൾ. അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി വന്നിരിക്കുകയാണ് അറേബ്യൻ ഫുഡുകൾ, അല്ലെങ്കിൽ ഈ തന്തൂർ അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രിൽഡ് അങ്ങനത്തെ ഐറ്റംസുകൾ, അതിൻ്റെ കുറച്ച് കൂടുതൽ വിഭവങ്ങൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അത് ലക്ഷദ്വീപിൽ പുതിയ ഇപ്പം ലക്ഷദ്വീപിൽ ഞങ്ങളിപ്പം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ ഈ ഇടയ്ക്ക് ലക്ഷദ്വീപിൽ ഒന്ന് പോകേണ്ടി വന്നിട്ട് അവിടുത്തെ സംബന്ധിച്ച് ഇപ്പം ഫുഡ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പോയിട്ട് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ഇത് നമുക്ക് തോന്നിയിട്ടില്ല ശരി. അപ്പം ഞങ്ങളിപ്പോൾ ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിലൊരു ചെറിയൊരു റിസോർട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെയുള്ള ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം. പുള്ളിയുടെ അണ്ടറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് അവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ. അപ്പോൾ ഇനിയും ഈ ഹോട്ടൽ വ്യവസായം ഒരുപാട് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഹോട്ടൽ ന്യൂസ് സാഗർ ഇനിയും ഒരുപാട് ഉയർച്ചയിലൊക്കെ എത്തട്ടെ, ഒരുപാട് കസ്റ്റമറൊക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. എന്താണ് ബിസിനസ് സ്റ്റാറിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ബിസിനസ് സ്റ്റാറിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് സിൻസിയറായിട്ട് ഏത് ബിസിനസ് ചെയ്താലും വളരെ ഉന്നതിയിലേക്ക് എത്താമെന്ന്
നല്ല ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബിസിനസ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഒരു കലാകാരന് മാത്രം ഒരു ബിസിനസ് ചെയ്യുവാനും ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും സാധിക്കുകയുള്ളൂ. ബിസിനസ് സ്റ്റാറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.